നല്ല ഫ്രഷ് സാധനമാ കായലിൽ നിന്ന് വാരിക്കൊണ്ട് വരിക. നമ്മുടെ ഷട്ടിലങ്ങര പാലത്തിന് അവിടെയും മുട്ടിലൊക്കെ ഉണ്ട് ഈ സാധനം. നമ്മൾ ഈ മീറ്റ് വേണ്ടവർ മാത്രമാണെങ്കിൽ എന്തോ ചെയ്യും. ഹലോ നമസ്കാരം, ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ. ഇന്നിതാ ചിപ്പിക്കൊക്കെയുടെ ഒരു വിശേഷമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടാ. നല്ല ഫ്രഷ് സാധനമാ ഇത്. നമ്മൾ നല്ല വൃത്തിയാക്കി പിന്നെ തൂക്കി കൊടുക്കുകയാണ് രീതി. അത് അടിപൊളി സാധനം കേട്ടോ, നല്ല അടിപൊളി. അപ്പൊ നമുക്കിത് തിരഞ്ഞൊക്കെ എടുത്ത് കൊണ്ടുവന്നവരോടൊക്കെ നമുക്ക് അഭിപ്രായം ചോദിച്ച് മുമ്പോട്ട് പോവാം. അപ്പൊ ഈ ഇത് തിരയുന്നതും വിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഇതിനെ കുറിച്ച് വലിയ അഭിപ്രായം അറിഞ്ഞൂടാ. അപ്പൊ നമ്മുടെ ചേച്ചിയോട് നമുക്ക് ചോദിക്കാം, ഇതിന്റെ രീതികൾ എങ്ങനെയാ ഇവിടെ കായൽ കൊണ്ടുവന്നതിന് ശേഷം? ഇത് കര കൊണ്ടുവന്നതിന് ശേഷം അവര് വള്ളത്തിൽ നിന്ന് വാരി കരയിടുക. ഞങ്ങളത് പിച്ചി ചത്തോട്ടിയൊക്കെ കാണും, അതൊക്കെ കളഞ്ഞിട്ട് നല്ലത് മാത്രം പിച്ചി വേറെ ഇരിച്ചിട്ട് കൊണ്ട് തൂക്കി കൊടുക്കുക. അങ്ങനെയാണ് ഇതിന്റെ രീതി. പല സൈസ് ചെറുത് മാത്രം മാറ്റി ബാക്കി എല്ലാം ഒന്നിച്ചു പോകും. ശരി. അപ്പൊ ഇത് എവിടുന്നാ എടുക്കുന്നത്, അതിന്റെ എങ്ങനെ എടുക്കുന്നതൊക്കെ രീതി ഒന്ന് ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. ഇത് നമ്മുടെ ഷട്ടിലങ്ങര പാലത്തിന് അവിടെയും മുട്ടിലൊക്കെ ഉണ്ട് ഈ സാധനം. അവിടുന്ന് പോയി എടുത്ത് ഞങ്ങൾ വെള്ളത്തിറങ്ങി ഗ്ലാസ് ഒക്കെ വെച്ച് മുങ്ങി എടുത്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ പിച്ച് ഇങ്ങനെ തൂക്കി കൊടുക്കും. ഇത് പല പല ഗ്രേഡുണ്ട്. ഏറ്റവും വലുതിന് ഗോവയിലൊക്കെ അഴിക്കുന്ന സാധനം. ജീവനോട് ട്രെയിൻ ബുക്ക് ചെയ്ത് വിടും. അങ്ങനെ അല്ലേ? അതിപ്പോ കിലോയ്ക്കൊക്കെ എങ്ങനെ? ഗോവ ജീവിന് 15 വരെ 1300 രൂപ ഒരു കിലോയ്ക്ക് പോകും. ഇത് 150 രൂപ വില ഡീസാണ് ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് പറക്കുന്നത്. പല സെക്ഷനായിട്ട് മറ്റേ ചെറുതൊക്കെ വീണ്ടും നമ്മൾ കൊണ്ട് നമ്മുടെ വെള്ളത്തികൾ അത് ശരി. വീണ്ടും അത് വെള്ളത്തിൽ വളരെ കിടക്കണം, വളരും. അത് ശരി. അപ്പൊ നശിച്ചു പോകുന്നില്ല? ഇല്ല, നശിച്ചു പോകുന്നു. അത് ശരി. അങ്ങനെ മഴവെള്ളം എല്ലാം നല്ല രീതിയിൽ വന്നാലേ മാത്രമേ ഇത് നശിച്ചു പോകുള്ളൂ. ഏകദേശം ഇവിടെ തൊഴിലാളികൾ എത്ര ഉണ്ടാവും? ഇവിടെ ഇത് നേരെ മൊത്തം തൊഴിലാളികളാണ്. ഇതാണല്ലേ മൊത്തം ഈ കായലുകൊണ്ട് ജീവിക്കുന്നതാണ് മൊത്തം. കൂടുതൽ ആഴമുള്ള സ്ഥലങ്ങളിലാണ്. നല്ല ആഴമുണ്ട്. നല്ല ആഴത്തിലും വീഴും, ആഴം കുറഞ്ഞിടത്തും വീഴും. ഇത് പിന്നെ നമ്മുടെ കേരളത്തില് തന്നെ ഏതെല്ലാം ജില്ലകളിലൊക്കെ? വടക്കൻ ജില്ല മൊത്തം ഇതുണ്ട്. വടക്കൻ ജില്ല കല്ലിമേക്കാക്ക എന്നൊക്കെ പറയും, ബാംഗ്ലൂരൊക്കെ അജർ എന്നൊക്കെ പറയും. അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഇവിടെ ചിപ്പി എന്നും പറയാം അല്ലേ? നമ്മള് ക്ലീൻ ചെയ്തൊക്കെ വേണ്ടേ അപ്പുറത്തെ കടവിലോട്ട് കൊണ്ട് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ കാണുന്ന ചെറിയ ചിപ്പി ഉണ്ടല്ലോ, ഇത് ഇനി നമ്മൾ എന്താ ചെയ്ത്? ഇത് നമ്മളവിടെ കായലിൽ കൊണ്ടിടും. അല്ല, വേസ്റ്റായിട്ട് കളയാം. നമ്മുടെ കായലിട്ട് ഇത് വളരും. ഒരു 2 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ വാരി കൊടുക്കും. അത് ശരി, അങ്ങനല്ലേ? അപ്പം അത് വീണ്ടും നമ്മൾ ഇട്ട് 2 മാസത്തിനുള്ളിൽ നമുക്ക് 2-3 മാസം വളരും. ഇപ്പൊ ഈ രീതിയിലാണ്. അപ്പൊ ആ രീതിയിലാവല്ലോ. വാരി ഒന്ന് കാണിച്ചോട്ടെ. കണ്ടോ, അപ്പൊ ഇത്രയും വളരും. ഇത് ഏകദേശം എത്ര മാസം എടുക്കും? ഇതൊരു 3 മാസം 4 മാസം ആവും. 3 മാസം. അത് ശരി. അപ്പൊ ഇത് ചെറുത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെറുത് എടുത്തു വന്ന് നമ്മള് ചെറുതും വെള്ളത്തിലിടും. ആ ജോലിക്കും പോകും. അന്നേരം നമുക്ക് ഒന്നും കിട്ടത്തില്ല. നമ്മൾ വെള്ളത്തിനെ കൊണ്ടിട്ട് കൃഷി പോലെ വളർത്തും. അത് ശരി. നമ്മൾ ഈ മീറ്റ് വേണ്ടവർ മാത്രമാണെങ്കിൽ എന്തോ ചെയ്യും? ഇതിവിടെ വന്ന് തോടോട് തൂക്കി മേടിച്ചാൽ നമ്മളിത് അവർ തൂക്കി തിരുത്താൻ നമ്മൾ അടുത്ത് കൊടുക്കും. അതെങ്ങനെയായിരുന്നു നടക്കുന്ന രീതി? അടുത്ത് കൊടുക്കും, മുട്ട പോലെ അടുത്ത് കൊടുക്കും. ഒരു സൂപ്പർ നടത്തുന്ന അടിപൊളി മീറ്റ്. ഇത് ഇങ്ങനെ നടത്തെടുക്കും. അത് ശരി. ഇതൊക്കെ ഏകദേശം എത്ര എണ്ണം വേണം ഒരു കിലോയ്ക്കൊക്കെ? ഇതിപ്പം ഒരു 2-2.5 കിലോ വെക്കുമ്പോൾ 1 കിലോ കിട്ടും. ഇത് കിട്ടുമല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഈസി ആയിട്ട് അടുത്തെടുക്കാൻ. ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല. ഇത് ഈസി ആയിട്ട് മുട്ട പോലെ നമ്മുടെ കൈ വീഴണം. ചെറിയ ചിപ്പി എന്തോ ചെയ്യത്? അങ്ങനെ ഇടുമല്ലേ? ശരി. ഈ രീതി ഇട്ടകത്തുള്ളല്ലേ? അത് ശരി. വീണ്ടും അത് പിടിക്കല്ലേ? അണ്ട ചെറുതെല്ലാം ഇങ്ങോട്ട് വാരി ഇടുക. ഏകദേശം 2 മാസം കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും വളർന്ന് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ അവരെ എടുത്ത് വീണ്ടും അടുത്ത് കൊടുക്കും. ലൈവായിട്ട് നമ്മള് തൂക്കി എടുക്കത്തുള്ളൂ. കിലോയുടെ അനുസരിച്ചാണ് കാര്യങ്ങൾ. വേണ്ട രാജുബായുടെ ഏരിയ. ഇത് തോടുംപുറം എടുത്തിട്ട് എന്തുവാണ് അതിന്റെ രീതികൾ? ഇത് നേരെ ട്രെയിനിൽ കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട് മാർക്കറ്റുകളിൽ പോയി അങ്ങനെ കയറ്റി വിടും അല്ലേ? ട്രെയിനിലും കൂടുക. ഇത് കണക്ക് തന്നെ ലൈവായിട്ട് പോകും അല്ലേ?
ഇപ്പൊ നമ്മൾ തോടുമ്പുറം ഇത് എടുക്കുന്നത് ആ അതെ. 1 കിലോയ്ക്കൊക്കെ എന്തോ വെച്ചാൽ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഐറ്റം അനുസരിച്ച് അതന്നെ കൗണ്ട് അനുസരിച്ച്